ഹായ് ഹലോ വെൽക്കം യു ഓൾ ടു ബിഗ് ലേണിംഗ് മൈസെൽഫ് കാവ്യ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് UGC നെറ്റിന്റെ സിലബസിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാലേ, ഏത് സ്ട്രീം എടുത്താലും ഏത് ഏരിയയിലേക്ക് നമ്മൾ പോയാലും നെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും 2 പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്തേ മതിയാവും. ഏതെല്ലാമാണത്? യെസ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. അത് നമുക്ക് ഒരു ബോർഡർ കോൺസെപ്റ്റായി എടുക്കാം. എന്നാൽ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ആണ്. പക്ഷേ പേപ്പർ 1 എന്ന് പറയുന്ന ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് എവിടെ എത്തിച്ചേരാനായി സാധിക്കില്ല, നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് എത്താനായി സാധിക്കില്ല. അപ്പം നമ്മൾ ഈ ബിഗ് ലേണിംഗ് ആപ്പോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ നിങ്ങൾക്ക് പേപ്പർ 1 ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാം എന്നാണ്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ബേസിക്കലി പറയാനുള്ളത്, ഈ ഒരു പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അതിന് 10 മൊഡ്യൂളുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ 10 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓരോ നമ്മളുടെ സ്ട്രീമേ അല്ലാത്ത കുറേ കോൺസെപ്റ്റുകൾ കടന്നു വരുന്നു, ഫിലോസഫി വരുന്നു, മാത്സ് ഏരിയ വരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യാനായി കഴിയും, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാ അല്ലേ. അപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് നമുക്ക് ചിന്തിച്ച് വളരെയധികം ചിന്തിച്ച് ബോധം കിടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിലെന്താ വരുന്നത്? ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. വെരി സിമ്പിൾ. എപ്പോഴും അതിന്റെ ബേസിസ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുമ്പോൾ പോസിറ്റീവ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. അത് നമ്മൾ ഭൂരിഭാഗം പേർക്കും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ BEd പഠിച്ചവർക്ക് മാത്രം അറിയുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയാണ് ഇതുവരെയും വിശ്വസിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ആപ്പോട് കൂടി നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേസ് ലെവൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പോലും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ വരുന്ന ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളെല്ലാം ലേണേഴ്സ് ആണ്. നിങ്ങളും ഞാനും എല്ലാവരും ലേണേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാവുന്ന കോൺസെപ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. അടുത്തത് ഇവിടെ വരുന്നത് കുറച്ച് കോൺസെപ്റ്റുകളാണ്. അതായത് സ്വയംപ്രഭ, മൂക്ക്, അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ്, കുറച്ച് കോൺസെപ്റ്റുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക എന്നത് തന്നെയാണ്. അതിലും കൂടുതലായിട്ട്, അതിലും ബിയോണ്ട് ആയിട്ട് ഒരു ചോദ്യം നമുക്ക് ആ ഏരിയയിൽ നിന്നും വരാനായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ല. ടീച്ചിങ് സപ്പോർട്ട് മെത്തേഡ്സിനെ കുറിച്ച് ധാരാളമായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ട്രഡീഷണൽ മെത്തേഡ്, മോഡേൺ മെത്തേഡ്, ഇതാണ് ബേസിക്കലി വരുന്നത്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം അറിയുന്നുണ്ടാവില്ല. കാരണം കൂടുതലായിട്ടും ഒരു ഡിജിറ്റലൈസ് പ്ലാറ്റ്ഫോം അല്ലേ, നമ്മളും ഒരു ഡിജിറ്റലൈസ് പ്ലാറ്റ്ഫോമിലാണ് കണ്ടുമുട്ടിയത്. യെസ്, അപ്പം ഒരു ഡിജിറ്റലൈസ് പ്ലാറ്റ്ഫോമിലായിരിക്കും കൂടുതലായിട്ടും ഇന്ററാക്ഷൻസ് വന്നിട്ടുണ്ടാവുക. അപ്പൊ ട്രഡീഷണൽ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് ഭൂരിഭാഗം കുട്ടികൾക്കും അറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ട്രഡീഷണൽ അപ്രോച്ചസുകളെ കുറിച്ചാണ്. അപ്പം അതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതെല്ലാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റമിനെ കുറിച്ചാണ്. കാരണം നമുക്കറിയാം ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NTA നെറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ അറിയാലേ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവാലുവേഷൻ പാറ്റേൺ, ഇവാലുവേഷൻ സ്ട്രക്ചർ എല്ലാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇവാലുവേഷൻ ട്രെൻഡിനെ കുറിച്ച്, പുതിയ പുതിയ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ വളരെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. സെൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു തിയറട്ടിക്കൽ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും എങ്ങനെ അതിനെ പോസിറ്റീവായി കാണുന്നു എന്നുള്ളതാണ്. പോരാത്തതിന് ഞങ്ങളുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോൺസെപ്റ്റുകൾ, മൂക്ക്, സ്വയംപ്രഭ, ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങളൊരു വലിയ എക്സ്പേർട്ട് തന്നെയായിട്ട് മാറുന്നതാണ്.
അപ്പം നമുക്ക് ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. എന്താണ് രണ്ടാമത്തെ യൂണിറ്റ്? യെസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അപ്പം എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്തിനാണ് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇവിടെ ഡീൽ ചെയ്യുന്നത്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമല്ല നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കും കൂടെ കടക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ റിസർച്ച് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിസർച്ച് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ യൂണിറ്റിൽ അല്ലെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റിസർച്ച് എന്താണ്, അതായത് റിസർച്ചിന്റെ മീനിങ്, ടൈപ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ഇതുവരെയും ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ടൈപ്സ് ആണ്. ഒരുപാട് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം, അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഏരിയകളിൽ നിന്ന് എല്ലാം തന്നെ ഇത്രത്തോളം അല്ലെങ്കിൽ അത്രത്തോളം ഒരു വലിയ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് എന്താണ് പോസിറ്റിവിസം എന്നായിരിക്കും, എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ അപ്ലിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോസിറ്റിവിസം അല്ലെങ്കിൽ പോസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊന്ന് ടച്ച് ചെയ്തു പോകുക, എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ സൈഡ് എന്താണ്, അത്രമാത്രം മതി നമ്മളുടെ റിസർച്ച് ഏരിയയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ നിന്നും ശരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ മെത്തേഡ്സും, അതായത് എക്സ്പെരിമെന്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്ററിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, എക്സ്പെഷ്യലി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അതുപോലെ തന്നെ എങ്ങനെ തീസിസ്, ഡെസർട്ടേഷൻ മാറിക്കഴിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ കമ്പാരിസൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. അപ്പം ഇത്രയുമാണ് നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റ് 2-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അടുത്തത് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ളൊരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രാക്ടീസോ നമുക്ക് ചെയ്യാനില്ല. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക, അത് മാത്രമേ അതിനുള്ളൊരു സൊല്യൂഷൻ ഉള്ളൂ. അതിനെ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം? ജനറലി കോംപ്രിഹെൻഷൻ ഏരിയയിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ്ഡ് ടു ആണ്, അല്ലെങ്കിൽ നമ്മളത് ബേസ് മുതൽ പഠിച്ചു വന്നവരാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോംപ്രിഹെൻഷന് വേണ്ടി നിങ്ങൾ അധിക നേരം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ആർക്കും എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് തന്നിരിക്കും, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10th നോളേജ് വെച്ച് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഡേ മുതൽ എക്സാമിന്റെ തലേന്ന് വരെ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. ഭൂരിഭാഗം കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ ഞങ്ങളുടെ സബ്ജക്റ്റിൽ നിന്നും എത്രയോ ബിയോണ്ട് ആയി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഞങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായി കഴിയും? അതിൻ്റെ മാർക്ക് വളരെയധികം കുറയും. ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മുതൽ ഞങ്ങൾ തുടങ്ങുന്നു. മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലെ ബേസിക് ആയിട്ടുള്ള വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? യെസ്. അതുപോലെയുള്ള ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്.
അതിൽ നിന്നും ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. എന്തെല്ലാമാണ് ബാരിയേഴ്സ്? സിമാന്റിക് ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ്, നോയ്സ് ഡിസ്റ്റർബൻസസ്, അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ. പക്ഷേ നമ്മൾക്ക് അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കോൺസെപ്റ്റുകളും പ്ലസ് കുറച്ച് ടെർമിനോളജീസ്, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഭൂരിഭാഗം കുട്ടികൾക്കും ഉള്ള ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവരിൽ കൂടുതലായിട്ടും വരുന്നത്. മാത്സ് ആണ്, അയ്യോ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഞങ്ങൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായും മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലും ഒരു എക്സ്പേർട്ടായി മാറിയിരിക്കും. കൂടുതലായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ചോദിക്കുന്നത് ടൈപ്സ് ഓഫ് റീസണിംഗ് ആണ്, അതായത് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് റിലേഷൻഷിപ്സ്, ഫാമിലി റിലേഷൻഷിപ്സ്, ഡയറക്ഷൻസ്, അങ്ങനെ മുതലായ കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. തീർന്നില്ല, മാത്തമാറ്റിക്കൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഫ്രാക്ഷൻ നമ്മളോട് ചോദിക്കും. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു PG മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ടെക്നിക് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, നമുക്കും സ്കോർ ചെയ്യാമെന്ന് നമ്മളെ പ്രൂവ് ചെയ്ത് തരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനെക്കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്പോഴും NTA നെറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏരിയയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ്, ഈ ഏരിയകൾ എല്ലാം ഒന്ന് ടച്ച് ചെയ്യണം എന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ വരുമ്പോൾ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ഏരിയകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് വരുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് ജനറലി അത് വളരെ സിമ്പിൾ ആണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് സോൾവ് ചെയ്യുന്നത്? ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. ലോജിക്കൽ റീസണിംഗ് എന്നാണ് പേരെങ്കിലും നമ്മൾ ചിന്തിക്കും ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഇതിൽ ലോജിക് ഇല്ലല്ലോ എന്ന്. യെസ്, ആ ലോജിക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആയിരിക്കും. ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് കുറച്ചു കാലം വരെ, അതായത് 2019 വരെയും ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 ശേഷം നമ്മളുടെ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് മൊത്തം മാറി മറിയുകയും ലോജിക്കൽ റീസണിംഗിൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് കടന്നു വരികയും ചെയ്തു. അനുപലപ്തി, അതുപോലെയുള്ള പ്രത്യക്ഷ, അനുമാന, ഉപമാന, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കടന്നു വരികയും ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു ഏരിയ ആയി മാറുകയും ചെയ്യുന്നു. ലോജിക്കൽ റീസണിംഗിൽ വെൻ ഡയഗ്രം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആകുമ്പോൾ ഫിലോസഫിക്കൽ ഏരിയയിൽ അത് വളരെയധികം ടഫ് ആകുന്നു. അപ്പോൾ ഫിലോസഫിക്കൽ ഏരിയയിൽ വരുന്ന ഈ കോൺസെപ്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിന് നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണ്. ഈ ആപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഗൈഡൻസ് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ഡയഗ്രം വഴിയും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അല്ലാതെ റെപ്രസെൻറ്റേഷൻസ് വഴിയും നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യേണ്ടത് വെൻ ഡയഗ്രം ആണ്. എങ്ങനെ നമുക്ക് വെൻ ഡയഗ്രത്തിലൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ലോജിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏരിയ. അടുത്തത് വരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ പോലെ തന്നെയാണ്. നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കാൻ പോകുന്നതെന്ന്. അവിടെ പൈ ഡയഗ്രാം ചോദിക്കാം, ബാർ ഗ്രാഫ് ചോദിക്കാം, ലൈൻ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ എല്ലാ പാറ്റേണിനെ കുറിച്ചും പഠിച്ചിരിക്കണം അല്ലേ? അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത്? പ്രാക്ടീസ്. എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം? ഡെയിലി 1 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, ഒരു ബാർ ഡയഗ്രാം എടുക്കുക, അതിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിലല്ലാതെ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് ഗവേണൻസ് ആണ്. ഡാറ്റ ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഇതിനെ, അതായത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം, അതിന്റെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ എൻക്രിപ്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വരുന്നത്. പക്ഷേ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ തരത്തിലുള്ള പിക്ടോറിയൽ റെപ്രസെന്റേഷൻസ് വെച്ചിട്ടാണ്. ആൻഡ് ഐ റിപ്പീറ്റ്, ആ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്.
unless you go for practice. അടുത്തത് യൂണിറ്റ് 8 ആണ്. അത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. ഇവിടെയാണ് ശരിക്കും പല കുട്ടികളും കുഴപ്പത്തിലാകുന്നത്. കാരണം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കൂടുതലായിട്ടും ടെർമിനോളജികൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. 100ഓളം വരുന്ന ടെർമിനോളജികളാണ് ആക്ച്വലി കമ്പ്യൂട്ടർ സെക്ഷനിൽ ഡീൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ടെർമിനോളജികൾ എങ്ങനെ പഠിച്ചെടുക്കും? കാരണം പരീക്ഷയുടെ തലേന്നായിരിക്കും ICT എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പായിരിക്കും ICT എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ പഠിച്ചെടുക്കും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. യെസ്, അപ്പൊ നമ്മളുടെ ഈ കോഴ്സിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഓരോ ഡേ വെച്ച് എങ്ങനെ ടെർമിനോളജീസ് പഠിക്കണം എന്ന് ഞങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബേസിക്കായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്റർനെറ്റും ഇൻട്രാനെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇമെയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമെയിൽ ആരാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇമെയിലിന്റെ CC, BCC, TO അങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് എല്ലാം തന്നെ ചോദിച്ച് കാണാറുണ്ട്. അതിലും കൂടുതലായിട്ട് ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് വരാറുണ്ട്, എക്സ്പെഷ്യലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു സ്കീം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയുമാണ് നമുക്ക് ICTയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് യൂണിറ്റ് 9 ആണ്. പീപ്പിൾ, ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ്. ചെറിയൊരു സയൻസ് ടച്ച് ഉണ്ടെങ്കിലും അത് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ കൂടുതലായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അതുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ 2020 ഇത് എപ്പോഴും അവരുടെ ഒരു വളരെ 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 ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് അടുത്ത എക്സാമിനും അതിൽ നിന്നുള്ള ഗോൾസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് സയന്റിഫിക് ടേംസ്, ഈ ജിയോഗ്രഫി റിലേറ്റഡ് ടേംസ്, അതുപോലെ തന്നെ കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഇതിൽ കൂടുതലായിട്ട് കടന്നു വരാറുണ്ട്. എൻവിറോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ജനറലി നമുക്ക് ഡീൽ ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. വാട്ടർ പൊല്യൂഷൻ, അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി ഇവിടെ ഡീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുറച്ച് സയൻസ് ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി എന്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും? പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബയോമാസ്, ന്യൂക്ലിയർ, ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാനായി കഴിയുന്നതാണ്. കുറച്ച് പ്രൊട്ടക്ഷൻ ആക്ടുകളുണ്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം തന്നെ റീസെന്റ് ട്രെൻഡ്സ്, ഞാൻ പറഞ്ഞ പോലെ റീസെന്റ് ട്രെൻഡ്സ്, റീസെന്റ് പോളിസീസ് ആണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ അപ്ഡേഷൻ ഞങ്ങൾ അഷ്വർ ചെയ്യുന്നു, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമെന്ന്. ആൻഡ് ദ ഫൈനൽ മൊഡ്യൂൾ, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പാറ്റേണിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യേണ്ടതും ഈ ഏരിയയിൽ ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നും അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കാണാറില്ല. ഓറിയന്റൽ എഡ്യൂക്കേഷൻ, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷണൽ പാറ്റേൺസും ഇവിടെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മൊഡ്യൂളിൽ നിന്നും ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പേപ്പർ 1 എന്ന് പറയുന്ന ആ ഒരു കടമ്പ, ആ ഒരു ബോർഡർ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും അഷ്വർ ചെയ്യുന്നു, നിങ്ങൾ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പേപ്പർ 1 സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.